ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ 5-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ 5-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയും ഏറെ ദൂരം നമുക്ക് സഞ്ചരിക്കുവാനുണ്ട്. നമ്മുടെ യാത്രകൾ എത്രമാത്രം ദൈവത്തോട് ചേർന്നതാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ യാത്രകൾ നാം വിശുദ്ധിയോടുകൂടിയാണോ ആരംഭിക്കുന്നത് എന്നും വിശുദ്ധിയോടുകൂടിയാണോ നാം നമ്മുടെ യാത്രകൾ ആയിരിക്കുന്നത് എന്നും ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നോമ്പ് കാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധിയുടെ നാളുകളായി തീരേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്ത വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 1 Peter chapter 1 verse 16. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഇവിടെ വിശുദ്ധിയിലേക്കുള്ള യാത്രയിലേക്കാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. വിശുദ്ധി എന്നത് ഒരു പാപരഹിത ജീവിതം മാത്രമല്ല, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമാണ്. ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനുള്ളതായ ഒരു തീരുമാനമാണ് വിശുദ്ധിയോടുകൂടിയുള്ളതായ യാത്ര എന്ന് പറയുന്നത്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് വിശുദ്ധരായി ജീവിക്കുവാനാണ്. എന്നാൽ നമ്മുടെ ദുർബലതകൾ, നമ്മുടെ ചില ശീലങ്ങൾ, ലോകത്തിൻ്റെ ആകർഷണങ്ങൾ പലപ്പോഴും നമ്മെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നതിൽ നിന്ന് അകറ്റുന്നു. ഈ വലിയ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. 1, പാപം തിരിച്ചറിയുക. 2, മാനസാന്തരം പ്രാപിക്കുക. 3, പുതുവഴിയിൽ നടക്കുക. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ദിവസത്തെ തീരുമാനമല്ല, പിന്നെയോ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിലാണ് അത് വളർന്നു വരുന്നത്. പ്രിയരെ, ഇന്ന് ഞാൻ എന്ത് മാറ്റം കൊണ്ടുവരാം? എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സന്തോഷിപ്പിക്കാത്തത്? നാം ചോദിക്കേണ്ടതായ ചോദ്യങ്ങളാണ്. നാം വിശുദ്ധിയിലേക്ക് നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മെ ശക്തിപ്പെടുത്തും. കാരണം ദൈവം വിളിക്കുന്നിടത്ത് ദൈവം സഹായവും നൽകുന്നുണ്ട്. ദൈവം വിളിക്കുന്നിടത്ത് അവൻ സഹായവും നൽകുന്നു. നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധിയോടുകൂടിയാണോ നാം ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുക. വിശുദ്ധിയോടുകൂടിയല്ല നാം ജീവിക്കുന്നത് എങ്കിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ നീ വിശുദ്ധനായതുപോലെ വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ ദൈവമേ എന്നെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ജീവിതത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കണമേ. എൻ്റെ ദുർബലതകളിൽ നീ
എന്നെ ശക്തീകരിക്കണമേ. ഓരോ ദിവസവും നിന്നോടടുത്ത് ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. അടിയങ്ങളുടെ ജീവിതം നിനക്ക് പ്രസാദകരമാകണമേ. വിശുദ്ധിയിലേക്ക് എൻ്റെ ജീവിതത്തെ നയിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.